له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. ഓരോ മനുഷ്യന്റെയും മുന്നിലും പിന്നിലും അവനു വേണ്ടി നിശ്ചയിക്കപ്പെട്ട മേൽനോട്ടക്കാരുണ്ട്. അവർ അല്ലാഹുവിന്റെ ആജ്ഞാനുസാരം അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ജനം സ്വന്തം അവസ്ഥയെ സ്വയം മാറ്റുന്നതുവരെ അല്ലാഹു അവരുടെ അവസ്ഥയെ മാറ്റുകയില്ല. അല്ലാഹു ഒരു ജനത്തിന് ദുർഗതി വരുത്താൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അത് തടയാനാവില്ല. അല്ലാഹുവിനെതിരിൽ ഇത്തരമൊരു ജനത്തിന് രക്ഷകരാകാനും ആർക്കും കഴിയുകയില്ല. അല്ലാഹു എല്ലാ വ്യക്തികളെയും എല്ലാ സമയത്തും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും അവരുടെ അനക്കങ്ങളെയും അടക്കങ്ങളെയും കുറിച്ച് ബോധവാനായിരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും കൂടെ അല്ലാഹു പ്രത്യേകം മേൽനോട്ടക്കാരെയും നിശ്ചയിച്ചിരിക്കുന്നു. അവർ അവന്റെ മുഴു ജീവിതത്തിന്റെയും റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു. ഈ യാഥാർത്ഥ്യം വിവരിക്കുന്നതിന്റെ താൽപര്യം ഇതാണ്: തന്നെ ഭൂമിയിൽ തികച്ചും സ്വതന്ത്രനായി സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണെന്നും തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആരുടെയും മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതില്ലെന്നും വിചാരിച്ച് ജീവിതം നയിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം ദൗർഭാഗ്യത്തെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ ഏതെങ്കിലും പീർമാരോ ഫക്കീർമാരോ മൺമറഞ്ഞ മഹാന്മാരോ ജിന്നുകളോ മലക്കുകളോ തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങൾക്കെന്തെങ്കിലും ചെയ്തു തരുമെന്ന് കരുതരുത്. അവർ നിങ്ങളുടെ നേർച്ച വഴിപാടുകളുടെ കൈക്കൂലി സ്വീകരിച്ച് ദുർവൃത്തികളുടെ അനന്തരഫലം അനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നും ധരിക്കരുത്. هو الذي يريكم البرق خوفا وطمعا وينشئ السحاب الثقال. അവനാകുന്നു നിങ്ങളിൽ ആശങ്കകളും പ്രതീക്ഷകളും ഉളവാക്കുന്ന മിന്നൽ പിണറുകൾ ജ്വലിപ്പിക്കുന്നതും കനത്ത കാർമേഘങ്ങൾ ഉയർത്തുന്നതും. ويسبح الرعد بحمده والملائكة من خيفته ويرسل الصواعق فيصيب بها من يشاء وهم يجادلون في الله وهو شديد المحال. ഇടിനാദം അവന്റെ സ്തുതി കീർത്തിക്കുന്നു. മലക്കുകളും അവന്റെ പ്രൗഢിയിൽ കമ്പിതരായി പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗർജിക്കുന്ന മിന്നൽ പിണറുകളെ അവനയക്കുന്നു. അവൻ ഇച്ഛിക്കുന്നവരുടെ മേൽ അവർ അല്ലാഹുവിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കെ തന്നെ അത് പതിക്കുന്നു. സത്യത്തിൽ അവന്റെ പ്രവർത്തന തന്ത്രം സുഭദ്രമാകുന്നു. ഈ വായുവെ ചലിപ്പിക്കുകയും നീരാവി ഉയർത്തുകയും മേഘങ്ങൾ ഒരുമിച്ച് കൂട്ടുകയും ഇടിമിന്നലുകളെ മഴയ്ക്ക് കാരണമാക്കുകയും അതുവഴി ഭൂമിയിലെ സൃഷ്ടിജാലങ്ങൾക്ക് തുടർച്ചയായി വെള്ളം കിട്ടാൻ ഏർപ്പാടുണ്ടാക്കുകയും ചെയ്തവനുണ്ടല്ലോ. അവൻ സ്തുത്യർഹനും പരിശുദ്ധനും അന്യൂനനും ജ്ഞാനത്തിലും ശക്തിയിലും സമ്പൂർണനും ഒരു പങ്കുകാരനുമില്ലാത്തവനുമാണെന്ന് ഈ ഇടിനാദം വ്യക്തമാക്കുന്നുണ്ട്. മൃഗങ്ങളെപ്പോലെ മാത്രം കേൾക്കുന്നവർ വെറുമൊരു ഗർജനം മാത്രമേ കേൾക്കുകയുള്ളൂ. എന്നാൽ വിശേഷബുദ്ധിയുടെ ചെവി കൂടിയുള്ളവർ ഇടിയുടെ ശബ്ദത്തിൽ നിന്ന് തൗഹീദിന്റെ പ്രഖ്യാപനം കൂടി കേൾക്കുന്നു. മലക്കുകൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഇതാണ്: മുശ്രിക്കുകൾ എല്ലാ കാലത്തും മലക്കുകളെ ദേവതകളും ആരാധ്യന്മാരുമാക്കി വെക്കുകയും അവർക്ക് അല്ലാഹുവിന്റെ ദിവ്യത്വത്തിൽ പങ്കുണ്ടെന്ന് ധരിക്കുകയും ചെയ്തിരുന്നു. ഈ അബദ്ധധാരണ നീക്കുന്നതിനു വേണ്ടിയാണ് അവർ മഹോന്നതനായ അല്ലാഹുവിന്റെ ദിവ്യത്വത്തിൽ പങ്കാളികളല്ലെന്നും മറിച്ച് അനുസരണമുള്ള ഭൃത്യന്മാരാണെന്നും തങ്ങളുടെ യജമാനനെ ഭയഭക്തിയോടെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത്, അല്ലാഹുവിന്റെ കയ്യിൽ അസംഖ്യം ആയുധങ്ങളുണ്ട്. ഏത് സമയത്ത് ആർക്കെതിരിൽ ഏതായുധം പ്രയോഗിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുവോ ആ ആയുധം ഏൽക്കുന്നതിന്റെ ഒരു നിമിഷം മുമ്പ് പോലും എവിടെ നിന്ന് എപ്പോൾ അതേൽക്കുമെന്ന് മനുഷ്യൻ അറിയുകയില്ല.
ഇത്രയും ശക്തനായ ഒരസ്തിത്വത്തെക്കുറിച്ച് തെല്ലും ആലോചിക്കാതെ സത്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ജൽപ്പിക്കുന്നവരെ ആരാണ് ബുദ്ധിമാന്മാരെന്ന് വിളിക്കുക? ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദ്ഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ് സത്യം. അവനെ വെടിഞ്ഞ് ഇക്കൂട്ടർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കൊന്നും ആ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരവും നൽകാനാവില്ല. ഒരാൾ വെള്ളത്തിലേക്ക് കൈനീട്ടി അതിനോട് തന്റെ വായിലേക്കെത്താൻ അപേക്ഷിക്കുന്നത് പോലെയാകുന്നു ഇവരുടെ പ്രാർത്ഥന. വെള്ളം അങ്ങനെ വായിലേക്കെത്തുന്നതല്ലല്ലോ. സത്യനിഷേധികളുടെ പ്രാർത്ഥനകൾ ഇപ്രകാരം ഉന്നം പിഴച്ചതു തന്നെയാകുന്നു. പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായാർത്ഥനയാണ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക, വിഷമങ്ങൾ ദൂരീകരിക്കുക എന്നിവയ്ക്കുള്ള മുഴുവൻ അധികാരങ്ങളും അവന്റെ കയ്യിൽ നിക്ഷിപ്തമാണ്. യാഥാർത്ഥ്യബോധത്തോടെയുള്ള പ്രാർത്ഥന അവനോട് മാത്രമേ സാധ്യമാകൂ. وَلِلَّهِ يَسْجُدُ مَن فِي السَّمَاوَاتِ وَالْأَرْضِ طَوْعًا وَكَرْهًا وَظِلَالُهُم بِالْغُدُوِّ وَالْآصَالِ. ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും ഇച്ഛാപൂർവമായും അല്ലാതെയും പ്രണാമം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിനെ മാത്രമാകുന്നു. സകല വസ്തുക്കളുടെയും നിഴലുകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ നമിക്കുന്നു. സുജൂദ് കൊണ്ടുദ്ദേശിക്കുന്നത് അനുസരണത്തോടുകൂടി പ്രണമിക്കുക, കൽപ്പന പ്രാവർത്തികമാക്കുക, സമ്മതിച്ച് തല കുനിക്കുക എന്നൊക്കെയാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും ഈ അർത്ഥത്തിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. കാരണം അവന്റെ നിയമത്തെയാണവ അനുസരിക്കുന്നത്. അവന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായി മുടിനാരിഴ ചലിക്കാൻ അവർക്ക് സാധ്യമല്ല. മുഅ്മിൻ അവന്റെ മുമ്പിൽ സന്തോഷത്തോടും താൽപര്യത്തോടും കൂടിയാണ് പ്രണമിക്കുന്നതെങ്കിൽ സത്യനിഷേധി നിർബന്ധിതനായി കുനിയേണ്ടി വരുന്നു. കാരണം ദൈവത്തിന്റെ പ്രകൃതി നിയമത്തെ മറികടക്കുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. നിഴലുകൾ സുജൂദ് ചെയ്യുന്നുവെന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. വസ്തുക്കളുടെ നിഴലുകൾ രാവിലെയും വൈകുന്നേരവും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും ചായുന്നുണ്ടല്ലോ. അത് ഈ വസ്തുക്കളെല്ലാം മറ്റൊരാളുടെ കൽപ്പനകൾ അനുസരിക്കുന്നുവെന്നതിനും മറ്റൊരാളുടെ നിയമത്തിന് വിധേയമാണെന്നതിനും തെളിവാണ്. قُلْ مَنْ رَبُّ السَّمَاوَاتِ وَالْأَرْضِ قُلِ اللَّهُ قُلْ أَفَاتَّخَذْتُمْ مِنْ دُونِهِ أَوْلِيَاءَ لَا يَمْلِكُونَ لِأَنفُسِهِمْ نَفْعًا وَلَا ضَرًّا قُلْ هَلْ يَسْتَوِي الْأَعْمَى وَالْبَصِيرُ أَمْ هَلْ تَسْتَوِي الظُّلُمَاتُ وَالنُّورُ أَمْ جَعَلُوا لِلَّهِ شُرَكَاءَ خَلَقُوا كَخَلْقِهِ فَتَشَابَهَ الْخَلْقُ عَلَيْهِمْ قُلِ اللَّهُ خَالِقُ كُلِّ شَيْءٍ وَهُوَ الْوَاحِدُ الْقَهَّارُ. അവരോട് ചോദിക്കുക, ആകാശഭൂമികളുടെ നാഥനാരാകുന്നു? പറയുക, അല്ലാഹു. ചോദിക്കുക, യാഥാർത്ഥ്യം ഇതായിരിക്കെ തങ്ങൾക്കു തന്നെ ഗുണമോ ദോഷമോ വരുത്താൻ അധികാരമില്ലാത്തവരെ നിങ്ങൾ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നതെന്ത്? വീണ്ടും ചോദിക്കുക, അന്ധനും കാഴ്ചയുള്ളവനും തുല്യരാകുമോ? പ്രകാശവും അന്ധകാരങ്ങളും തുല്യമാകുമോ? അതല്ലെങ്കിൽ അല്ലാഹുവിനെപ്പോലെ അവരുടെ സാങ്കല്പിക സഹദൈവങ്ങൾ വല്ലതും സൃഷ്ടിക്കുകയും അങ്ങനെ സൃഷ്ടിയുടെ കാര്യത്തിൽ അവർ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുകയും ചെയ്തതാണോ? അവർക്ക് പറഞ്ഞു കൊടുക്കുക, സകല വസ്തുക്കളുടെയും സ്രഷ്ടാവ് അല്ലാഹു മാത്രമാകുന്നു. അവൻ ഏകനും എല്ലാറ്റിനെയും അതിജയിക്കുന്നവനുമാകുന്നു. ഈ ജനങ്ങൾ ആകാശഭൂമികളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന വാദക്കാരായിരുന്നുവെന്ന് വ്യക്തമാണ്. അതിനാൽ ഈ ചോദ്യത്തിന് നിഷേധരൂപത്തിൽ മറുപടി പറയാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അതിന്റെ നിഷേധം അവരുടെ തന്നെ വിശ്വാസത്തിന് വിരുദ്ധമാണ്.
പക്ഷേ നബി തിരുമേനിയുടെ ചോദ്യത്തിന് അനുകൂലമായി മറുപടി പറയാനും അവർ സന്നദ്ധരായിരുന്നില്ല. കാരണം അത് അംഗീകരിക്കുകയാണെങ്കിൽ തൗഹീദിനെയും അംഗീകരിക്കൽ അനിവാര്യമായി വരും. പിന്നീട് ശിർക്കിനെ താങ്ങി നിർത്താൻ ബുദ്ധിപരമായ അടിത്തറയൊന്നും ശേഷിക്കുകയില്ല. അതിനാൽ തങ്ങളുടെ നിലപാടിന്റെ ദൗർബല്യം മനസ്സിലാക്കി ഈ ചോദ്യത്തിന് ഉത്തരം പറയാതെ മൗനം പാലിക്കുകയാണ് അവർ ചെയ്തിരുന്നത്. ഇതേ കാരണത്താലാണ് ഖുർആനിൽ അടിക്കടി ആകാശഭൂമികളുടെ സ്രഷ്ടാവ് ആര്, പ്രാപഞ്ചിക വസ്തുക്കളുടെ രക്ഷിതാവ് ആര്, നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആര് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നബിയോട് ആജ്ഞാപിക്കുന്നത്. പിന്നീട് അതെല്ലാം അല്ലാഹുവാണെന്ന് സ്വയം ഉത്തരം നൽകാൻ കൽപ്പിക്കുന്നതിന്റെ യുക്തിയും അതുതന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലാഹുവാണെങ്കിൽ പിന്നെ നിങ്ങൾ അടിമപ്പെടേണ്ടത് അവനല്ലാതെ മറ്റാർക്കാണെന്നാണ് അവസാനം അവരോട് ചോദിക്കുന്നത്. പ്രപഞ്ചത്തിലെങ്ങും അല്ലാഹുവിന്റെ ഏകത്വത്തിനുള്ള തെളിവുകളും ദൃഷ്ടാന്തങ്ങളും പരന്നുകിടക്കുന്നുണ്ട്. അവയൊന്നും നോക്കിക്കാണാത്ത വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ അന്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും ഓരോ ഇലയിലും അവയുടെ സ്രഷ്ടാവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ തുറന്നുകിടക്കുന്നതായി കാണുന്നവനാണ് കാഴ്ചയുള്ളവൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യം. ഇവിടെ അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ താൽപര്യം ഇതാണ്: ബുദ്ധിക്ക് അന്ധത ബാധിച്ചവരെ, നിങ്ങൾ ഒന്നും തന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് വെച്ച് സൂക്ഷ്മമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകളും കണ്ണുകൾ അടയ്ക്കുന്നതെങ്ങനെ? യാഥാർത്ഥ്യം വ്യക്തമായി നോക്കിക്കാണുന്ന ഒരാൾ അന്ധരായ നിങ്ങളെപ്പോലെ വഴിതെറ്റി അലയുന്നതെങ്ങനെ? പ്രകാശം കൊണ്ടുദ്ദേശിക്കുന്നത് നബി തിരുമേനിക്കും അവിടുത്തെ അനുയായികൾക്കും ലഭിച്ചിരുന്ന യാഥാർത്ഥ്യജ്ഞാനത്തിന്റെ പ്രകാശമാണ്. അന്ധകാരം കൊണ്ടുദ്ദേശിക്കുന്നത് സത്യനിഷേധികൾ അകപ്പെട്ടിരുന്ന അജ്ഞതയുടെ അന്ധകാരവും. ചോദ്യത്തിന്റെ താൽപര്യം ഇതാണ്: പ്രകാശം ലഭിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തന്റെ കൈത്തിരി അണച്ചിട്ട് അന്ധകാരത്തിൽ തപ്പിത്തടയുന്നത് തിരഞ്ഞെടുക്കാൻ സാധിക്കുക? നിങ്ങൾക്ക് പ്രകാശം ലഭിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ പോകട്ടെ, പക്ഷേ പ്രകാശം കൈവന്ന ഒരാളെക്കുറിച്ച് ഒന്നാലോചിച്ചു നോക്കുക. പ്രകാശവും അന്ധകാരവും തമ്മിലുള്ള വ്യത്യാസം അയാൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. പകലിന്റെ പ്രകാശത്തിൽ ശരിയായ മാർഗം വ്യക്തമായി അയാൾ കണ്ടെത്തുകയും ചെയ്തു. അയാൾക്ക് എങ്ങനെയാണ് ആ പ്രകാശം കൈവെടിഞ്ഞ് അന്ധകാരത്തിൽ വഴിയറിയാതെ ചുറ്റിത്തിരിയാൻ കഴിയുക? അല്ലാഹുവിനെപ്പോലെ വേറെ ചില ആളുകൾ സൃഷ്ടികർമ്മം നടത്തിയത് കണ്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ താൽപര്യം ഇതാണ്: ലോകത്ത് ചില വസ്തുക്കൾ അല്ലാഹു സൃഷ്ടിച്ചതും വേറെ ചിലത് മറ്റുള്ളവർ സൃഷ്ടിച്ചതും ഉണ്ടായിരിക്കുകയും അല്ലാഹുവിന്റെ സൃഷ്ടിയേത് മറ്റുള്ളവരുടെ സൃഷ്ടിയേത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വരികയുമാണെങ്കിൽ ഷിർക്കിന് ബുദ്ധിപരമായി ഒരടിസ്ഥാനം കണ്ടെത്താമായിരുന്നു. അവരുടെ ആരാധ്യന്മാരിൽ ആരും തന്നെ ഒരു പുൽക്കൊടി പോലും സൃഷ്ടിച്ചിട്ടില്ലെന്ന് ബഹുദൈവാരാധകർ സ്വയം സമ്മതിക്കുന്നുണ്ട്. ഈ കൃത്രിമ ദൈവങ്ങൾക്ക് സൃഷ്ടിപ്പിൽ അണുതൂക്കവും പങ്കില്ലെന്ന് അവർ സ്വയം സമ്മതിക്കുന്നു. എങ്കിൽ പിന്നെ ഈ കൃത്രിമ ആരാധ്യന്മാരെ സ്രഷ്ടാവിന്റെ അധികാരാവകാശങ്ങളിൽ എന്തടിസ്ഥാനത്തിലാണ് പങ്കുകാരാക്കി വെക്കുന്നത്? അൽ ഖഹാർ എന്ന പദത്തിന്റെ താൽപര്യം എല്ലാറ്റിന്റെയും മേൽ അധികാരം വാഴുകയും എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുകയും ചെയ്യുന്ന ശക്തിയാണ്. അല്ലാഹുവാണ് എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവ് എന്നത് മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്ന വസ്തുതയാണ്. അതവർ ഒരിക്കലും നിഷേധിച്ചിരുന്നില്ല. അതേപോലെ അല്ലാഹു ഏകനും എല്ലാറ്റിനെയും അതിജയിക്കുന്നവനുമാണെന്നത് അവർ അംഗീകരിച്ച യാഥാർത്ഥ്യത്തിന്റെ അനിവാര്യത മാത്രമാണ്. ആദ്യത്തെ യാഥാർത്ഥ്യം അംഗീകരിച്ച ശേഷം ഇത് നിഷേധിക്കുക ബുദ്ധിയുള്ള ആർക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവായവൻ അനിവാര്യമായും ഏകനായിരിക്കണം. കാരണം അവനല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളും അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. എന്നിരിക്കെ സൃഷ്ടികൾ തങ്ങളുടെ സ്രഷ്ടാവിന്റെ സത്തയിലും ഗുണത്തിലും അധികാരാവകാശങ്ങളിലും അവന്റെ പങ്കുകാരാകുന്നതെങ്ങനെ? ഇതേ പ്രകാരം അവൻ നിസ്സംശയം മറ്റെല്ലാറ്റിനെയും അതിജയിക്കുന്നവനുമാണ്. കാരണം സൃഷ്ടി സ്രഷ്ടാവിനാൽ അതിജയിക്കപ്പെടുക എന്നത് സൃഷ്ടിക്കപ്പെട്ടതാവുക എന്ന സങ്കല്പത്തിന്റെ തന്നെ അനിവാര്യതയാണ്. പൂർണ്ണമായി അതിജയിക്കുക എന്ന ഗുണം സ്രഷ്ടാവിന് ലഭിക്കുന്നില്ലെങ്കിൽ അവനെങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും? ഒരാൾ അല്ലാഹുവെ സ്രഷ്ടാവായി അംഗീകരിക്കുന്നുവെങ്കിൽ തികച്ചും ബുദ്ധിപരമായ തർക്കശാസ്ത്രപരമായ ഈ രണ്ട് പരിണതികളെ നിഷേധിക്കാൻ സാധ്യമല്ല. എന്നിരിക്കെ അതിനുശേഷം അയാൾ സ്രഷ്ടാവിനെ ഉപേക്ഷിച്ച് സൃഷ്ടിക്ക് അടിമപ്പെടുന്നതും ജയിക്കുന്നവനെ ഉപേക്ഷിച്ച് ജയിക്കപ്പെടുന്നവനെ വിഷമാവസ്ഥയിൽ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും തികഞ്ഞ ബുദ്ധിശൂന്യതയാണ്. أنزل من السماء ماء فسالت أودية بقدرها فاحتمل السيل زبدا رابيا
ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله كذلك يضرب الله الحق والباطل فأما الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. അല്ലാഹു വിണ്ണിൽ നിന്ന് മഴ വർഷിച്ചു. നദികളും തോടുകളുമെല്ലാം അവയുടെ വിശാലതയനുസരിച്ച് അതുമായൊഴുകി. അങ്ങനെ വെള്ളം പൊങ്ങിയപ്പോൾ ഉപരിതലത്തിൽ നുരയും പതയുമുണ്ടായി. ആഭരണങ്ങളും പാത്രങ്ങളും മറ്റുമുണ്ടാക്കുന്നതിനു വേണ്ടി ആളുകൾ തീയിലുരുക്കുന്ന വസ്തുക്കളിൽ നിന്നും ഇതുപോലുള്ള നുരയുണ്ടാകുന്നു. ഈ ഉദാഹരണത്തിലൂടെ അല്ലാഹു സത്യാസത്യങ്ങളുടെ സ്വഭാവം വിശദീകരിക്കുകയാണ്. നുരകൾ വറ്റിപ്പോകുന്നു. മനുഷ്യർക്കുപകാരമുള്ള വസ്തുക്കളോ ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇவ்விധം അല്ലാഹു ഉദാഹരണങ്ങളിലൂടെ അവന്റെ സന്ദേശങ്ങൾ ഗ്രഹിപ്പിക്കുന്നു. ഇവിടെ തിരുമേനിക്ക് വഹീ മുഖേന ലഭിക്കുന്ന വിജ്ഞാനത്തെ ആകാശത്തു നിന്നുള്ള മഴയോട് ഉപമിച്ചിരിക്കുന്നു. അതേപോലെ വിശ്വാസികളായ ശുദ്ധപ്രകൃതരെ തങ്ങൾക്ക് ഉൾക്കൊള്ളാവുന്നത്ര വെള്ളമെന്ന അനുഗ്രഹവും വഹിച്ചുകൊണ്ടൊഴുകുന്ന നദികളോടും അരുവികളോടും ഉപമിച്ചിരിക്കുന്നു. ശത്രുക്കളും സത്യനിഷേധികളും ഇസ്ലാമിക പ്രസ്ഥാനത്തിനെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചാരണങ്ങളെ മലവെള്ളം വരുമ്പോൾ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന നുരയോടും പതയോടും താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. നെരിപ്പോട് കത്തിക്കുന്നത് ലോഹങ്ങൾ കറകളഞ്ഞ് തെളിയിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ്. ഇത് ചെയ്യുമ്പോൾ ഉരുകിയ ലോഹത്തിൽ നിന്ന് കീടങ്ങൾ നുരച്ചു പൊന്തുക സ്വാഭാവികമാണ്. കുറച്ചുനേരം ഈ നുരയും പതയുമല്ലാതെ മറ്റൊന്നും കാണാൻ സാധ്യമായെന്ന് വരില്ല. للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. തങ്ങളുടെ റബ്ബിന്റെ വിളി കേട്ടവർക്ക് നന്മയുണ്ട്. അത് തള്ളിക്കളഞ്ഞവർ ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്തിനും അത്ര തന്നെ വേറെ സമ്പത്തിനും ഉടമകളായാലും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് മോചിതരാകുന്നതിന് അതൊക്കെയും പിഴയായി നൽകാൻ തയ്യാറാകും. ഇക്കൂട്ടരാകുന്നു രൂക്ഷമായി വിചാരണയ്ക്ക് വിധേയരാകുന്നവർ. അവരുടെ സങ്കേതം നരകമാകുന്നു. എത്ര ദുഷിച്ച സങ്കേതം! ആ സമയത്ത് അവർക്ക് വന്നു ഭവിക്കുന്ന ആപത്ത് ഭയാനകമായിരിക്കും. അതിനു പകരം ദുനിയാവും അതിലുള്ള മുഴുവൻ സമ്പത്തും കൊടുക്കാൻ പോലും അന്നേരം അവർ മടിക്കുകയില്ല. ദുസ്സഹമായ വിചാരണയെ അല്ലെങ്കിൽ നിന്ദ്യമായ വിചാരണയെ നേരിടേണ്ടി വരും എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. ഒരു തെറ്റും മാപ്പ് ചെയ്യപ്പെടുകയില്ല. ഒരു കുറ്റവും ശിക്ഷിക്കപ്പെടാതെ ഉപേക്ഷിക്കപ്പെടുകയുമില്ല. ഭൂമിയിൽ തികച്ചും അതിക്രമകാരികളായി ജീവിച്ചവരെ മാത്രമേ ഇത്തരത്തിൽ അല്ലാഹു വിചാരണ ചെയ്യുകയുള്ളൂവെന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട്. അല്ലാഹുവോട് കൂറു പുലർത്തുകയും അവന്റെ അനുസരണമുള്ള ദാസന്മാരായി ജീവിക്കുകയും ചെയ്തവരെ ലഘുവായി മാത്രമേ വിചാരണ ചെയ്യുകയുള്ളൂ. അവരുടെ സേവനങ്ങൾക്ക് പകരമായി കുറ്റങ്ങൾ പുറത്തുകൊടുക്കും. അവരുടെ പ്രവർത്തനങ്ങളുടെ മൊത്തത്തിലുള്ള നന്മ നോക്കി വളരെയേറെ കുറ്റങ്ങൾ അവഗണിക്കും. അബൂദാവൂദ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇതിന്റെ വിശദാംശങ്ങൾ കാണാം. ആയിഷ പറയുന്നു, ഞാൻ തിരുമേനിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും ഭയാനകമായി തോന്നുന്ന ആയത്ത് തിന്മ ചെയ്യുന്നവന് അതിന്റെ ഫലം ലഭിക്കും എന്നതാണ്. തിരുമേനി പറഞ്ഞു, ആയിഷ, നിനക്കറിഞ്ഞുകൂടെ, അല്ലാഹുവിന്റെ അനുസരണമുള്ള അടിമകൾ ഇഹലോകത്ത് എന്ത് വിഷമങ്ങൾ അനുഭവിച്ചാലും അല്ലാഹു അതവന്റെ ഏതെങ്കിലും ഒരു കുറ്റത്തിനുള്ള ശിക്ഷയായി കണക്കാക്കുമെന്ന് മാത്രമല്ല, ദുനിയാവിൽ നിന്നു തന്നെ അതിന്റെ വിചാരണ പൂർത്തിയാക്കുകയും ചെയ്യുമെന്ന്. പരലോകത്ത് ആർ വിചാരണ ചെയ്യപ്പെട്ടുവോ അവൻ ശിക്ഷിക്കപ്പെട്ടു. ആയിഷ ചോദിച്ചു, അപ്പോൾ ആർക്ക് അവന്റെ കർമ്മപുസ്തകം വലതു കൈയിൽ നൽകപ്പെടുന്നുവോ അവൻ ലഘുവായൊന്ന് വിചാരണ ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം എന്താണ്?
തിരുമേനി പറഞ്ഞു, അതിന്റെ ഉദ്ദേശ്യം അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നാണ്. അതായത് അവന്റെ നന്മകളോടൊപ്പം തിന്മകളും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. പക്ഷേ ആർ കുറ്റവിചാരണ നടത്തപ്പെട്ടുവോ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരാൾ തന്റെ വിശ്വസ്തനും അനുസരണമുള്ളവനുമായ ഒരു ഉദ്യോഗസ്ഥനെ അയാളുടെ ചെറിയ ചെറിയ കുറ്റങ്ങളുടെ പേരിൽ പിടിച്ചുകെട്ടുകയില്ലല്ലോ. അവന്റെ സേവനങ്ങൾ പരിഗണിച്ച് വലിയ കുറ്റങ്ങൾ പോലും പലപ്പോഴും വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ വിശ്വാസരാഹിത്യവും വഞ്ചനയും സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഒരു സേവനവും പിന്നീട് പരിഗണിക്കപ്പെടുകയില്ല. മാത്രമല്ല, ചെറുതും വലുതുമായ എല്ലാ കുറ്റങ്ങളും കുറ്റപത്രത്തിൽ എണ്ണപ്പെടുകയും ചെയ്യും. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ വിചാരണയുടെയും അവസ്ഥ. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى إنما يتذكر أولو الألباب. നിന്റെ റബ്ബ് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ വേദം സത്യമാണെന്നറിയുന്നവനും ആ യാഥാർത്ഥ്യത്തിന് നേരെ അന്ധനായവനും ഒരുപോലെയാകുമെന്നോ? സൽബുദ്ധിയുള്ളവർ മാത്രമേ ഉദ്ബോധനം ഉൾക്കൊള്ളുകയുള്ളൂ. ഈ ആയത്തിൽ സൂചിപ്പിച്ച രണ്ട് വിഭാഗത്തോടുമുള്ള പെരുമാറ്റം ഇഹലോകത്ത് ഒരുപോലെയാവുകയില്ല. പരലോകത്തും അവരുടെ പരിണാമം ഒന്നാവുകയില്ല. ദൈവദത്തമായ ഈ അധ്യാപനവും ദൈവദൂതന്റെ പ്രബോധനവും സ്വീകരിക്കുന്ന ജനങ്ങൾ ബുദ്ധിശൂന്യരൊന്നുമല്ല. നല്ല ചിന്താശക്തിയും മേധാശക്തിയുമുള്ളവർ തന്നെയാണവർ. ഇതിനുശേഷം ഭൂമിയിൽ അവരുടെ പ്രവർത്തന സമ്പ്രദായങ്ങളുടെ സ്വഭാവവും പരലോകത്ത് അവരുടെ പരിണാമവും എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ശേഷമുള്ള സൂക്തങ്ങളിൽ വിവരിക്കുന്നു. الذين يوفون بعهد الله ولا ينقضون الميثاق. അള്ളാഹുവിനോടുള്ള പ്രതിജ്ഞ പാലിക്കുകയായിരുന്നു അവരുടെ ജീവിതചര്യ. സുദൃഢമായ പ്രതിജ്ഞ അവർ ലംഘിക്കുകയില്ല. അള്ളാഹുവിനു മാത്രമേ അടിമപ്പെടുകയുള്ളൂ എന്ന് സൃഷ്ടിയുടെ ആരംഭത്തിൽ അള്ളാഹു മനുഷ്യരിൽ നിന്ന് വാങ്ങിയ പ്രതിജ്ഞയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശദീകരണത്തിന് അൽ ആറാഫ് 172, 173 സൂക്തങ്ങളിലെ വിശദീകരണം ശ്രദ്ധിക്കുക. ഈ കരാർ എല്ലാ മനുഷ്യരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രകൃതിയിൽ അടങ്ങിയിട്ടുള്ളതാണത്. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടികർമ്മത്താൽ അസ്തിത്വം പൂണ്ട് അവന്റെ രക്ഷാകർതൃത്വത്തിൽ വളരുമ്പോൾ ആ പ്രതിജ്ഞ നിറവേറ്റുന്നു. അള്ളാഹുവിന്റെ ആഹാരം കൊണ്ട് വളരുക, അവൻ സൃഷ്ടിച്ച വസ്തുക്കൾ അനുഭവിക്കുക, അവൻ നൽകിയ ശക്തി ഉപയോഗപ്പെടുത്തുക, ഇതെല്ലാം മനുഷ്യനെ ദൈവവുമായി ഒരടിമത്ത കരാറിൽ ബന്ധിച്ചിരിക്കുകയാണ്. ബോധവും നന്ദിയുമുള്ള ഒരടിമയും അതിനെ നിരാകരിക്കാൻ ധൈര്യപ്പെടുകയില്ല. അജ്ഞത കൊണ്ട് പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചേക്കാമെങ്കിലും